Good morning. Today we are going to discuss Gauss normal distribution. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ ഒന്ന് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും ഒന്ന് പോയിസൺ ഡിസ്ട്രിബ്യൂഷനുമായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ ഗോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ്. Actually, a great many random variables of interest in all areas of the physical science and beyond are described either exactly or approximately by a Gaussian distribution. The Gaussian distribution can be used to approximate other more complicated probability distributions. അതുപോലെ തന്നെ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ രണ്ട് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, അതായത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും പോയിസൺ ഡിസ്ട്രിബ്യൂഷനും, ചില ലിമിറ്റിംഗ് കേസിൽ നമുക്ക് ഈ ഒരു ബൈനോമിയലിനെയും പോയിസൺ ഡിസ്ട്രിബ്യൂഷനെയും ഗോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ വെച്ച് വേണമെങ്കിലും നമുക്ക് അത്തരം പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാവുന്നതാണ്. ഗോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ നമുക്ക് ഇതിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനെ ഈ ഒരു രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് f(x) = 1/σ√2π e exponential minus x minus mu the whole square by 2 sigma square, where minus infinity less than x less than infinity. ഇവിടെ mu എന്ന് പറയുന്നത് ഈ ഫംഗ്ഷൻ്റെ മീൻ വാല്യൂ ആണ്. അതിൽ സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത് വേരിയൻസ് ആണ്. അപ്പോൾ ഇതൊരു പ്രോപ്പർലി നോർമലൈസ്ഡ് ഫംഗ്ഷൻ തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്, ഇത് നോർമലൈസ്ഡ് ആണോ അല്ലയോ എന്നുള്ളത്. നോർമലൈസ്ഡ് എന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ ടോട്ടൽ പ്രോബബിലിറ്റി എന്തായിരിക്കണം? 1 ആയിരിക്കണം. അതായത് -∞ to ∞ ഈ f(x) dxൻ്റെ വാല്യൂ 1 ആകുമ്പോഴാണ് നമ്മളതിനെ നോർമലൈസ്ഡ് എന്ന് പറയുന്നത്. ഈ ഒരു ഫംഗ്ഷൻ്റെ കേസിൽ നമുക്ക് വേണമെങ്കിൽ നോക്കാം അതിൻ്റെ ടോട്ടൽ പ്രോബബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ നോർമലൈസ്ഡ് ആണോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങളതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് -∞ to ∞ f(x) dxൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു, അപ്പോൾ ഇതിനെ നിങ്ങൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോഴേക്കും വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സിഗ്മ, അതുപോലെ തന്നെ √2π അതൊക്കെ നമുക്ക് പുറത്തെടുക്കാം. ബാക്കി വരുന്നത് ഇൻ്റഗ്രൽ -∞ to ∞ എക്സ്പൊണൻഷ്യൽ x minus mu the whole square by 2 sigma square into dx ആണ്. പിന്നെ സോൾവ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. അതായത് ഈ ഒരു കമ്പോണൻറ്റിനെ അതിനെ നമ്മളൊരു e⁻² എന്നുള്ള ഫോമിൽ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ let y = x minus mu by √2 sigma. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഇതിൻ്റെ ഈ എഴുതിയേക്കുന്നതിൻ്റെ സ്ക്വയർ ആണല്ലേ, x minus mu the whole square, √2 സിഗ്മയുടെ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്ക് 2 sigma സ്ക്വയർ കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ dy-യുടെ വാല്യൂ ഇത്ര കിട്ടും. dy എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൽ എക്സ് വേരിയബിൾ ആണ്, mu എന്ന് പറയുന്നൊരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫസ്റ്റ് ഫംഗ്ഷൻ, അതായത് അതിനെ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴേക്കും x/√2 സിഗ്മ, അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് dx/√2 സിഗ്മയാണ്. രണ്ടാമത്തെ -mu/√2 സിഗ്മയാണ്. ഇതെല്ലാം കോൺസ്റ്റൻ്റ് ആയതിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ dxന് പകരം എത്ര കൊടുക്കാൻ പറ്റും? dxന് വരെ നമുക്ക് √2 സിഗ്മ dy എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ ലിമിറ്റിന് വ്യത്യാസമൊന്നുമില്ല. x ഇൻഫിനിറ്റി ആകുമ്പോൾ വൈയുടെ വാല്യൂ ഇൻഫിനിറ്റി ആണ്, -∞ ആകുമ്പോൾ -∞ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിനെ 1/σ√2π ഇൻറ്റു, ഇവിടെ നമുക്ക് dxനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ √2 സിഗ്മ വരും. അപ്പോൾ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് പുറത്തെടുക്കാം. √2 സിഗ്മ ഇൻ്റഗ്രൽ -∞ to ∞, ഇത് e⁻² ആകും. e⁻² ഇൻറ്റു dy എന്നുള്ള ഫോമിൽ നമുക്ക് എഴുതാൻ കഴിയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ ഈ ഒരു √2 ക്യാൻസലായി പോകും, ഒരു സിഗ്മ ക്യാൻസലായി പോകും. ബാക്കിയുള്ളത് ഇവിടെ 1/√π ആണ്. ഇനി ഇതൊരു സ്റ്റാൻഡേർഡ് ഇൻ്റഗ്രൽ ആണ് അല്ലേ. ഇൻ്റഗ്രൽ -∞ to ∞ e⁻ax² dx എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ √π/a ആണ്. അപ്പോൾ ഇവിടെ വരുമ്പോഴേക്കും എയുടെ സ്ഥാനത്തേക്ക് 1 ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വാല്യൂ എത്ര? √π ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഇൻ്റഗ്രലിൻ്റെ വാല്യൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഇൻ്റഗ്രലിൻ്റെ വാല്യൂ √π കിട്ടും. പൈ ക്യാൻസൽ ആയപ്പോൾ ബാക്കി കിട്ടുന്ന 1 തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു നോർമലൈസ്ഡ് ക്വാണ്ടിറ്റി തന്നെയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാകും, നമുക്ക് ഈ കിട്ടിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ എഴുതിയേക്കുന്നത് പറഞ്ഞാൽ √2π എന്ന് പറയുന്നൊരു നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു ഫാക്ടർ ഈ ഒരു ഇക്വേഷനിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഗോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ അതിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനെ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. f(x) = 1/σ√2π e⁻x minus mu the whole square by 2 sigma square. ഇവിടെ mu എന്ന് പറയുന്നത് അതിൻ്റെ മീൻ വാല്യൂ ആണ്. അതുപോലെ തന്നെ സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത് വേരിയൻസ്, അതായത് എക്സ്പെക്റ്റേഷൻ ഓഫ് x² മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് x the whole square വാല്യൂ ആണ്. വേരിയൻസ് ആണ് സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഗോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ ഇതിൻ്റെ ഫംഗ്ഷൻ്റെ മീൻ വാല്യൂ എത്രയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം.
നമുക്കറിയാം എക്സ്പെക്ടേഷൻ ഓഫ് എക്സിനെയാണ് നമ്മൾ അതിൻ്റെ മീൻ വാല്യൂ ആയിട്ട് പറയുന്നത്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സിൻ്റെ എക്സ് ഒരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ നമുക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഇൻ്റഗ്രൽ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ടി എക്സ് ആണ്. ലിമിറ്റ് -∞ ടു ഇൻഫിനിറ്റി. അങ്ങനെയാണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് മ്യൂവിൻ്റെ വാല്യൂ എത്രയായിരിക്കും? ഇറ്റ് വിൽ ബി ഈക്വൽ ടു -∞ ടു ഇൻഫിനിറ്റി. ഇവിടെ നിങ്ങൾ എന്ത് കൊടുത്താൽ മതി? ഇത് എക്സ് മൈനസ് മ്യൂ കൊടുത്താൽ മതി. മ്യൂ എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ടാണ് നമ്മളിവിടെ നമുക്ക് ഈ രീതിയിൽ ഇതിന് എഴുതാൻ കഴിയുന്നത്. ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് നമുക്ക് എഴുതാൻ കഴിയും. പിന്നെ നോക്കി എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് മ്യൂ എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് മ്യൂ ആണ്. മ്യൂ ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ എൻ്റെ വാല്യൂ ഇത്ര തന്നെയാണ്. എൻ്റെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് സെയിം തന്നെയാണ്, മ്യൂ തന്നെയാണ്, ഒരു വേരിയബിൾ അല്ല. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എക്സ് മൈനസ് മ്യൂ ഇൻറ്റു എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 1/σ√2π e raised മൈനസ് എക്സ് മൈനസ് മ്യൂ ദി ഹോൾ സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ ആണ്. ഇവിടെ നമ്മൾ ഈ ഒരു ഇൻ്റഗ്രലിൻ്റെ സോൾവ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ലെറ്റ് y ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ. അപ്പം അങ്ങനെ വരുമ്പോഴേക്കും dy യുടെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി dx ആയിരിക്കും. മ്യൂ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇത് 0 ആയി പോകും. അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് ഈ ഒരു ഇൻ്റഗ്രൽ നമുക്ക് ഏത് രീതിയിൽ എഴുതാൻ കഴിയും? നമുക്ക് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഇൻ്റഗ്രൽ 1/σ√2π ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എക്സ് മൈനസ് മ്യൂവിന് പകരം നമ്മൾ y കൊടുക്കുന്നു. അപ്പം y ഇൻറ്റു e raised മൈനസ് y സ്ക്വയർ ബൈ ഇത് എക്സ് മൈനസ് മ്യൂവിന് y കൊടുക്കുമ്പോഴത്തേക്ക് y സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ ആണ് ഇൻറ്റു dy എന്ന് കിട്ടും. ഈ ഒരു ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എത്രയായിരിക്കും? ഇപ്പോൾ നിങ്ങൾ നോക്കിയറിയാൻ പറ്റും, ഇത് നമ്മൾ -∞ ടു ഇൻഫിനിറ്റി ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. y എന്ന് പറയുന്നത് ഒരു ഓഡ് ഫംഗ്ഷനാണ്. ഇത് e raised -y സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷനാണ് അല്ലേ? വൈക്ക് വരെ നിങ്ങൾ -y കൊടുത്താലും കിട്ടുന്ന സെയിം വാല്യൂ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഓഡ് ഫംഗ്ഷൻ ഇൻറ്റു ഈവൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നത് ഒരു ഓഡ് ഫംഗ്ഷൻ തന്നെയായിരിക്കും. അപ്പോൾ ഇത് നിങ്ങളൊരു -∞ ടു ഇൻഫിനിറ്റിയിൽ നിങ്ങളൊരു ഓഡ് ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഈ ഒരു ഇൻ്റഗ്രലിൻ്റെ വാല്യൂ 0 ആയിരിക്കും. സോ വി ക്യാൻ റൈറ്റ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് മ്യൂ ഈക്വൽ ടു 0. അതല്ലെങ്കിൽ നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സിൻ്റെ വാല്യൂ എത്രയായിട്ട് കിട്ടുന്നു? മ്യൂ ആയിട്ട് കിട്ടുന്നു. ഈ രീതിയിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഗോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ അതിൻ്റെ എക്സ്പെക്ടേഷൻ വാല്യൂ എന്ന് പറയുന്നത് മ്യൂ തന്നെയാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയും. ഇതൊരു ഗോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിലുള്ള അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ എക്സ് ആക്സിൽ എടുത്തിരിക്കുന്നത് എക്സ് വാല്യൂസ് ആണ്. നമ്മൾ ആ ഫംഗ്ഷൻ്റെ വാല്യൂ നമ്മൾ പ്ലോട്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ നോക്കിയറിയാൻ പറ്റി, ഇവിടെ നമുക്ക് കിട്ടുന്നത് ഒരു ബെൽ ഷേപ്പ് കർവാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ? സോ ദി ഗോഷ്യൻ ഡിസ്ട്രിബ്യൂഷൻ ഈസ് and it is also symmetric about the point x equal to mu. ഇവിടെ നിങ്ങൾ നോക്കിയറിയാൻ പറ്റി, ഇവിടെ മ്യൂ 3 ആയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതായത് എക്സ്പെക്ടേഷൻ വാല്യൂ 3 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അതിൽ പല സിഗ്മ വാല്യൂ, സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത് വേരിയൻസ് ആണ്, സിഗ്മ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. അപ്പോൾ പല സ്റ്റാൻഡേർഡ് ഡീവിയേഷന് എക്സ്പെക്ടേഷൻ വാല്യൂ മ്യൂ ആകുന്ന ഒരു കേസിൽ പല സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ കർവിൻ്റെ ഷേപ്പ് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കിയറിയാൻ പറ്റും, സിഗ്മ ഈക്വൽ ടു 1, 2, 3 ഈ ഒരു കേസിലെല്ലാം നമുക്ക് കിട്ടുന്ന ഒരു ബെൽ ഷേപ്പ് കർവ് തന്നെയാണ്. സോ ദി ഗോഷ്യൻ ഡിസ്ട്രിബ്യൂഷൻ ഈസ് സിമെട്രിക് അബൌട്ട് ദി പോയിന്റ് എക്സ് ഈക്വൽ ടു മ്യൂ ആൻഡ് ഹാസ് ദി ക്യാരക്ടറിസ്റ്റിക് ബെൽ ഷേപ്പ്. ഇപ്പോൾ ഇത് ഗോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിലുള്ളൊരു പ്രത്യേകതയാണ്. നിങ്ങൾക്ക് കിട്ടുന്നത് സിമെട്രിക് ആയിട്ടുള്ളൊരു കർവ് ആയിരിക്കും. ഇറ്റ് വിൽ ബി സിമെട്രിക് അബൌട്ട് ദി പോയിന്റ് എക്സ് ഈക്വൽ ടു മ്യൂ. എക്സ് ഈക്വൽ ടു മ്യൂ എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ കൺസിഡർ ചെയ്യുമ്പോഴേക്കും സിമെട്രിക് ആയിട്ടുള്ള ബെൽ ഷേപ്പുള്ള ഒരു കർവാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. And the width of the curve is described by the standard deviation sigma. നോക്കിയറിയാൻ പറ്റും, ഇവിടെ സിഗ്മയുടെ വാല്യൂ വളരെ കുറവായിരിക്കുമ്പോഴേക്കും നമുക്കൊരു ഷാർപ്പായിട്ടുള്ള ഒരു പീക്കാണ് നമുക്ക് കിട്ടുന്നത്. അതല്ല, സിഗ്മയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഈ കർവ് ബ്രോഡൺ ചെയ്യുന്നുണ്ട്. സോ ഇഫ് സിഗ്മ ഈസ് ലാർജ് ദെൻ ദി കർവ് ഈസ് ബ്രോഡ് ആൻഡ് ഇഫ് സിഗ്മ ഈസ് സ്മോൾ ദെൻ ദി കർവ് ഈസ് നാരോ. അതുപോലെ തന്നെ ദി എഫക്ട് ഓഫ് ചേഞ്ചിങ് മ്യൂ ആൻഡ് സിഗ്മ ആർ ഓൺലി ടു ഷേപ്പ് ദി കർവ് അലോങ് ദി എക്സ് ആക്സിസ്. ഇതിപ്പോൾ മ്യൂ ഈക്വൽ ടു 3 ആയതുകൊണ്ടാണ് ഈ ഒരു കർവ് നിങ്ങൾക്ക് ഈ ഒരു എക്സ് ഈക്വൽ ടു 3 ഈ ഒരു പോയിന്റിൻ്റെ സിമെട്രിക് ആയിട്ട് കിട്ടിയത്. അതല്ല, നിങ്ങൾ മ്യൂ ഈക്വൽ ടു 2 ആയിരുന്നു, എക്സ് ഈക്വൽ ടു 2 അല്ലെങ്കിൽ മ്യൂ ഈക്വൽ ടു 2 ആണെങ്കിൽ നിങ്ങൾ ഈ കർവ് എന്ത് ചെയ്തേനെ, ഇങ്ങോട്ടൊരു ഷിഫ്റ്റ് ചെയ്തേനെ. അല്ല, മ്യൂ ഈക്വൽ ടു 0 ആയിരുന്നെങ്കിൽ നമുക്ക് കിട്ടുന്ന കർവ് ഏത് തരത്തിലുള്ളൊരു ബെൽ ഷേപ്പ് കർവ് നമുക്ക് കിട്ടിയത്, ഈ രീതിയിലുള്ള ഒരു ബെൽ ഷേപ്പ് കർവ് നിങ്ങൾക്ക് കിട്ടിയേനെ. അത് പക്ഷേ നിങ്ങളുടെ സിഗ്മയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യാം, ഈ വാല്യൂ അതിൻ്റെ ഒരു പീക്കിൻ്റെ ബ്രോഡനിങ് വിൽ ബി ഡിഫറെൻറ്റ്. So the effect of changing mu and sigma are only to shift the curve along the x-axis and or to broaden or narrow it respectively.
ഇപ്പം മ്യൂയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് നിങ്ങളുടെ ഈ ഒരു പീക്കിൻ്റെ പൊസിഷൻ നിങ്ങളുടെ റൈറ്റ് സൈഡിലോട്ടോ ലെഫ്റ്റ് സൈഡിലോട്ടോ ഷിഫ്റ്റ് ചെയ്യും. അതല്ല സിഗ്മയുടെ വാല്യൂ വേരി ചെയ്യുന്നതനുസരിച്ചിട്ട് നിങ്ങളുടെ കർവ് എന്ത് ചെയ്യും, ബ്രോഡൺ ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ സിഗ്മയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് വിൽ ബിക്കം നാരോവർ. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ഗോസ് ഫംഗ്ഷൻ്റെ കേസിൽ നിങ്ങൾക്ക് കിട്ടുന്ന അതിൻ്റെ ഒരു കർവ് എന്ന് പറഞ്ഞാൽ ആൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. സോ ഓൾ ഗോഷ്യൻസ് ആർ ഈക്വലന്റ് ഇൻ ദാറ്റ് a change of origin and a scale can reduce them to a standard form. Okay, now we can compute conditional probability for the normal distribution. ഇപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നതാണ് 1/σ√2π e⁻⁻x−μ² 2σ² എന്ന് പറയുന്നത്. നമ്മൾ പറയുന്നത് ഒരു നോർമലൈസ്ഡ് ആയിട്ടുള്ള വേവ് ഫംഗ്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു കേസിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളൊരു പ്രോബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ പ്രോബിലിറ്റിയുടെ കേസിൽ നിങ്ങളുടെ എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ എക്സ് ആണെങ്കിൽ ഇതിൻ്റെ വാല്യൂ എത്രയായിരിക്കും നമുക്ക് കിട്ടുന്നത്? മൈനസ് ഈ ഒരു ലിമിറ്റ് അപ്പോൾ നിങ്ങളവിടെ ഫിക്സ് ചെയ്യുന്നു. x∞ f(x) dx ആയിരിക്കും നമുക്ക് കിട്ടുന്ന പ്രോബിലിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളൊരു കണ്ടീഷണൽ പ്രോബിലിറ്റി ഡിഫൈൻ ചെയ്യുന്നതിന് വേണ്ടി വാട്ട് വിൽ ബി ദി വാല്യൂ ഓഫ് പി ഓഫ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ കെ സിഗ്മ. പിന്നെ വേണമെങ്കിൽ ഇത് കെയും സിഗ്മയൊക്കെ കോൺസ്റ്റൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനെ ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്യുന്നു. മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ കെ സിഗ്മയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ എനിക്കിതിനെ ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ സിഗ്മ ഗ്രേറ്റർ ദാൻ കെ എന്ന് വേണമെങ്കിലും എഴുതാം. അപ്പോൾ ഇതിന് ലെറ്റ് ഇറ്റ് ബി, നമ്മൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് ആവറേജ് വാല്യൂ ആണ്. നമ്മളവിടെ ഈ ഒരു ഫംഗ്ഷനിൽ നമ്മൾ എക്സ്പെക്റ്റേഷൻ എക്സിന് നമ്മൾ പറഞ്ഞു മ്യൂ ആണ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് σ² വേരിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് അതിൻ്റെ മീൻ വാല്യൂ മ്യൂ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് മ്യൂ ഡിവൈഡ് ബൈ സിഗ്മ എന്ന് വേണമെങ്കിൽ എഴുതാം. ഇതിന് ഞാൻ പുതിയൊരു റാൻഡം വേരിയബിൾ ഞാൻ അസൈൻ ചെയ്യണം. ലെറ്റ് ഇറ്റ് ബി വൈ, അതായത് ലെറ്റ് ഓഫ് മോഡുലസ് ഓഫ് എക്സ് വൈ ഗ്രേറ്റർ ദാൻ കെ. ഈ ഒരു കണ്ടീഷനാണ് നമ്മൾ ഈ ഒരു കണ്ടീഷണൽ പ്രോബിലിറ്റിയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ പുതിയ റാൻഡം വേരിയബിൾ വൈ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്മോൾ ലെറ്റർ വൈ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ ഒരു ഇതിന് പകരമാണ് നമ്മൾ ക്യാപിറ്റൽ വൈ കൊടുത്തത്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ വൈക്ക് വരാം സ്മോൾ ലെറ്റർ എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ ഈ ഒരു ഫംഗ്ഷനിലൂടെ വരുത്താൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എത്രയാകും? ഇവിടെ നോക്കിയത് മോഡുലസ് ഓഫ് വൈ ഗ്രേറ്റർ ദാൻ കെ ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഏതെങ്കിലും പർട്ടിക്കുലർ കേസ് നിങ്ങൾ പ്രോബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേക്കും -∞ to ∞ നിങ്ങളൊരു ഫംഗ്ഷൻ f(x) dx എന്നുള്ള ഒരു ഫംഗ്ഷൻ്റെ പ്രോബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. f(x) dx നമുക്ക് വേണമെങ്കിൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തെഴുതാൻ കഴിയും. ഫോർ എക്സാമ്പിൾ എനിക്ക് വേണമെങ്കിൽ ഇതിനെ ഇൻ്റഗ്രൽ k to ഫംഗ്ഷൻ അതുപോലെ തന്നെ അടുത്തൊരു ഇൻ്റഗ്രൽ വേണമെങ്കിൽ എനിക്ക് -k to k കൊടുക്കാം. അടുത്തൊരു ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് -∞ to k കൊടുക്കാം. ഇതിൻ്റെ എല്ലാം സമമായിരിക്കും നമുക്ക് കിട്ടുന്ന ടോട്ടൽ പ്രോബിലിറ്റി എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ നോക്കി, ഇവിടെ മോഡുലസ് ഓഫ് വൈ ഗ്രേറ്റർ ദാൻ കെ ആണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഈ ഒരു കേസിൽ നിങ്ങൾ ഈ ഒരു ഇൻ്റഗ്രൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നത് വൈ ഗ്രേറ്റർ ദാൻ കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് കിട്ടേണ്ട ഇൻ്റഗ്രൽ വാല്യൂ എത്രയായിരുന്നു? അതായത് നിങ്ങൾ പി ഓഫ് ക്യാപിറ്റൽ വൈ ഗ്രേറ്റർ ദാൻ കെ ഇതാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഇൻ്റഗ്രൽ k to ∞ നിങ്ങളുടെ ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് വൈയിൽ എഴുതുക, f(y) × dy എഴുതുക. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് y ഗ്രേറ്റർ ദാൻ കെ അല്ല, ഇത് മോഡ് y ഗ്രേറ്റർ ദാൻ കെ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ നോക്കി അറിയാൻ പറ്റും, ഈ ഒരു കേസിൽ ഈ എഴുതിയ k to ∞ എന്ന് പറയുന്ന കേസിൽ നിങ്ങളുടെ കെയുടെ വാല്യൂ കെയേക്കാൾ കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ k = 2 കൊടുക്കുകയാണെങ്കിൽ ഇത് 2 to ∞ ആണ്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും എന്താകും? അത് -2 to +2 ആകും. ഇവിടെ വരുമ്പോഴത്തേക്കും മൈനസ് ആണ്, ഇത് കിട്ടുന്നത് -2 to ∞ ആണ്. അങ്ങനെ വരുമ്പോഴേക്കും ഇവിടെ k = 2 to ∞ വരുമ്പോഴേക്കും ഇവിടെ എല്ലാം മോഡുലസ് ഓഫ് കെയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 2 ആണ്. പക്ഷേ ഈ ഒരു കേസിൽ മോഡുലസിൻ്റെ വാല്യൂ 2-നേക്കാൾ കൂടുതലല്ല. ഈ ലാസ്റ്റ് എഴുതിയേക്കുന്ന ഇൻ്റഗ്രലിലും ഇത് -2 to -3 ഇങ്ങനെയാണ് പോകുന്നത്. അതുകൊണ്ട് ഈ ഒരു കേസിൽ മോഡുലസിൻ്റെ വാല്യൂ എന്ത് തന്നെയാണ്? ഗ്രേറ്റർ ദാൻ ∞ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു കേസിൽ നമുക്കിവിടെ ഇൻ്റഗ്രൽ k to ∞ എന്നല്ല നമുക്ക് എഴുതാൻ പറ്റുന്നത്. പിന്നെ എന്താണ്? ഇൻ്റഗ്രൽ 2 times ഈ രണ്ട് ഇൻ്റഗ്രൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. 2 times integral k to ∞,
ഒരു ഇൻ്റഗ്രൽ കെ ടു ഇൻഫിനിറ്റി എത്ര കിട്ടും? നമ്മുടെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ വൈയുടെ ടൈമിലാണ് എഴുതുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിതിൽ എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മയ്ക്ക് വരെ എന്ത് കൊടുക്കേണ്ടി വരും? വൈ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇവിടെ ഓൾറെഡി ഒരു 1/σ റൂട്ട് ഓഫ് 2π ഉണ്ട്. ഈ റേസ്ഡ് എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മയ്ക്ക് വരെ നമ്മൾ വൈ കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് -y²/2 ആണ്. അടുത്ത ഡി എക്സ് ഇൻറ്റു ഇവിടെ നമുക്ക് കിട്ടുന്ന ഇൻറ്റു ഡി എക്സ് ആണ്. നമ്മൾ വൈയുടെ ടൈമിലേക്ക് മാറ്റുമ്പോഴേക്കും ഇത് നിങ്ങൾ ഇതിൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ കിട്ടുന്നത് dy വിൽ ബി ഈക്വൽ ടു dx/σയാണ്. അതുകൊണ്ട് ഡി എക്സിന് വരെ നിങ്ങൾ എത്ര കൊടുക്കേണ്ടി വരും? സിഗ്മ dy കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇൻറ്റു ഒരു സിഗ്മ dy കൂടിയുണ്ട്. ഇതിൽ നിങ്ങൾ സിഗ്മ ക്യാൻസൽ ആയി പോകും. ബാക്കി റീഅറേഞ്ച് ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നത് √2 ക്യാൻസൽ ആകുമ്പോഴത്തേക്ക് √2 കിട്ടും. അപ്പോൾ റൂട്ട് ഓഫ് 2/π ഇൻ്റഗ്രൽ കെ ടു ഇൻഫിനിറ്റി ഇ റേസ്ഡ് -y²/2 ഇൻറ്റു dy ആണ്. ഇവിടെ 2 ടൈംസ് എടുത്തത് ഒരു ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് കൂടിയാണ് നമുക്ക് ഈ രീതിയിൽ നമുക്ക് ഈ ഒരു റീഅറേഞ്ച് ചെയ്ത് 2 ടൈംസ് ഇൻ്റഗ്രൽ കെ ടു ഇൻഫിനിറ്റി എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ കഴിഞ്ഞത്. ഇതാണ് നമ്മളുടെ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ. അപ്പോൾ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൂടി കൊടുക്കുന്നു. അതായത് നമ്മളിതിനെ ഒരു -z² എന്നുള്ള ഫോമിൽ എഴുതാൻ, ഒരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ y/√2 വരെ നമ്മൾ z എന്ന് കൊടുക്കുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും dy-യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? √2 ടൈംസ് dz ആയിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇൻ്റഗ്രലിനെ റൂട്ട് ഓഫ് 2/π ഇൻ്റഗ്രൽ y = k ആകുമ്പോഴേക്കും ഇസഡിൻ്റെ വാല്യൂ എത്രയാകും? k/√2 ആകും. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ലിമിറ്റിലും വേരിയേഷൻ ഉണ്ട്. ഇത് k/√2, അപ്പർ ലിമിറ്റിന് വ്യത്യാസമൊന്നുമില്ല, ഇൻഫിനിറ്റി തന്നെയാണ്. ഇത് ഇ റേസ്ഡ് y/√2 വരെ ഇസഡ് കൊടുത്താൽ y²/2 എന്ന് പറയുന്നത് ഇ റേസ്ഡ് -z² ഇൻറ്റു dz ആണ്. അതുപോലെ തന്നെ dy-ക്ക് വരെ നമ്മളെത്ര കൊടുക്കുന്നു? √2 ഇൻറ്റു dz ആണ്. അതുകൊണ്ട് തന്നെ y-ക്ക് വരെ നമ്മൾ dy-ക്ക് വരെ √2 ഇൻറ്റു dz എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ ഇക്വേഷൻ, അതായത് പ്രോബബിലിറ്റി ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ സിഗ്മ ഗ്രേറ്റർ ദാൻ കെ, ഇതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് റൂട്ട് ഓഫ് 4/π ഇൻ്റഗ്രൽ k/√2 ലിമിറ്റ് ഇൻ്റഗ്രൽ k/√2 ഇൻഫിനിറ്റി ഇ റേസ്ഡ് -z² dz ആണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ERFC ഓഫ് k/√2 എന്ന് എഴുതാം. കാരണം ഇത് നിങ്ങൾ ഒരു പക്ഷേ പഠിച്ചിട്ടുണ്ടാകും. ERFC ഇസ് ദി കോംപ്ലിമെൻ്ററി എറർ ഫംഗ്ഷൻ. കോംപ്ലിമെൻ്ററി എറർ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ERFC ഓഫ് z ഈക്വൽ ടു 2/√2π ഇൻ്റഗ്രൽ z ടു ഇൻഫിനിറ്റി ഇ റേസ്ഡ് -t² ഇൻറ്റു dt ആണ്. അപ്പോൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഈ ഫംഗ്ഷനെ ERFC ഓഫ് k/√2 എന്ന് എഴുതാൻ കഴിയും. ഈ രീതിയിൽ നമുക്ക് ഗോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിലുള്ള കണ്ടീഷണൽ പ്രോബബിലിറ്റി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഈസ് ദി ലിമിറ്റ്സ് ഓഫ് പോയിസൺ ആൻഡ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ അതിൻ്റെ n വാല്യൂ ടെൻസ് ടു ഇൻഫിനിറ്റി ആൻഡ് ദി പ്രോബബിലിറ്റി ടെൻസ് ടു 0. യു ക്യാൻ ട്രീറ്റ് ഇറ്റ് ആസ് എ പോയിസൺ. നിങ്ങൾ പോയിസൺ ഫംഗ്ഷൻ വെച്ച് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്ക് സെയിം പ്രോബ്ലം സോൾവ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഇനി അടുത്ത പോയിസൻ്റെയും ബൈനോമിയലിൻ്റെയും കേസിൽ നിങ്ങൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഫോർ ലാർജ് n ആൻഡ് മീൻ വാല്യൂ മ്യൂ ദി പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ അപ്രോച്ചസ് എ ഗോസ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കേസിൽ നിങ്ങൾക്ക് സെയിം പ്രോബ്ലം ഏത് വെച്ചും സോൾവ് ചെയ്യാം, ഗോസ് ഡിസ്ട്രിബ്യൂഷൻ വെച്ചും സോൾവ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ബൈനോമിയലിലേക്ക് വരുമ്പോഴേക്കും ഇൻ ദി ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി with a finite trial probability such that the mean value np tends to infinity, the binomial distribution become a Gauss normal distribution. അപ്പോൾ അതുകൊണ്ട് തന്നെ ബൈനോമിയലിൻ്റെയും പോയിസൻ്റെയും കേസിൽ നമുക്ക് വേണമെങ്കിൽ ചില പർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഏത് വെച്ച് തന്നെ നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിയും. ഗോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സെയിം പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ കഴിയും. ഇത്രയാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനും അതുപോലെ തന്നെ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനും. ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ 2 ടൈപ്പാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, ബൈനോമിയലും പോയിസണും. കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
ഗോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. അപ്പം ഗോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രത്യേകത ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബെൽ ഷേപ്പ് ഫംഗ്ഷനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിൻ്റെ മീൻ വാല്യൂയും വേരിയൻസും ഒക്കെ ചേഞ്ച് ചെയ്താലും നിങ്ങൾക്ക് ഏതാണ്ട് ആ ഒരു സെയിം ഷേപ്പ് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. ആ ഒരു ഫംഗ്ഷൻ്റെ കേസിൽ അതിൻ്റെ നിങ്ങൾക്കൊരു ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എന്ത് തന്നെയായിരിക്കും, ബെൽ ഷേപ്ഡ് ഫംഗ്ഷൻ തന്നെയായിരിക്കും. ഓക്കെ, താങ്ക് യു.